നമസ്കാരം സുഹൃത്തുക്കളെ. തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഇനി 2 ദിവസമുള്ളു. നാളെ 5, മറ്റന്നാൾ 6. 6-ാം തീയതി കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇന്നത്തെ എന്റെ കോട്ട ശരിക്കും കഴിഞ്ഞാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ നല്ല സഖാക്കളെ കുറിച്ച്, നല്ല കമ്മ്യൂണിസ്റ്റിനെ കുറിച്ച് ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ദുബായിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ പേര് രാഹുൽ എന്നാണ്. രാഹുൽ, സേ ഹായ്. ഹായ്. രാഹുൽ ഗാന്ധിയെക്കാട്ടിലും ദീർഘവീക്ഷണമുള്ള ആളാണ് കേട്ടോ രാഹുൽ. രാഹുൽ ഇടുക്കിയില് തൂക്കുപാലം. വീട്ടില് നാട്ടിലുള്ളവർക്കൊക്കെ ഒരു ഹായ് പറഞ്ഞേക്ക് രാഹുലെ. ഹായ്, എല്ലാവർക്കും എന്റെ ഹായ്. എല്ലാവരും ഇലക്ഷന്റെ നല്ല ചൂടിലിരിക്കുന്ന സമയം. രാഹുല് ശരിക്കും നമ്മുടെ സത്യനന്ദിക്കാടിന്റെ വരവേൽപ്പിന്റെ ഒരു മോഹൻലാലാണ്. തൂക്കുപാലത്ത് രാഹുലും അദ്ദേഹത്തിന്റെ അച്ഛനും കൂടി ചേർന്ന് സിമന്റ് കച്ചവടം ചെയ്തിരുന്നു. ഈ അപ്പാവി പച്ചക്ക് പറയുന്നതിന്റെ ഒരു ഫാനായിരുന്നു. ഇവിടെ വന്നപ്പോ എന്നെ നിരവധി തവണ വിളിച്ചു. ഞങ്ങൾ ഇന്ന് സൗത്ത് ദുബായിൽ നിന്ന്, അതായത് പുതിയ ദുബായ് എയർപോർട്ടിൽ നിന്ന് പഴയ ദുബായിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അപ്പൊ രാഹുലുമായിട്ട് ഇന്ന് സംസാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും ഒരു ലൈവ് വേണം. കാരണം ഇലക്ഷനെ കുറിച്ച് ഞങ്ങൾ കുറച്ച് കാര്യം സംസാരിച്ചു. അപ്പൊ രാഹുൽ പറഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടു പോകുന്നു, എനിക്കിനി നാട്ടിലോട്ട് പോകണമെന്നില്ല. രാഹുൽ സിമന്റ് വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായ തിക്ത അനുഭവങ്ങൾ, സെയിൽ ടാക്സിലും ഒക്കെ കൈക്കൂലി കൊടുക്കുക, ഈ ചുമട് ഇറക്കുന്ന സുഹൃത്തുക്കളാണ്. ശരിക്കും അവിടെ ഇവരുടെ സിമന്റ് ഒക്കെ ഇറക്കുന്ന സുഹൃത്തുക്കളാ. എന്നാലും എപ്പോഴും അടിയും ബഹളവും. ഒരു മഴയത്ത് സിമന്റ് ഇറക്കിയ ഒരു സങ്കട കഥയൊക്കെ പറഞ്ഞു. രാഹുലിന്റെ അച്ഛന്റെ പേര് ധർമ്മജന മണിച്ചേട്ടോ കാണുന്നുണ്ടെങ്കിൽ, ഇദ്ദേഹം ഈ രാഹുലിന്റെ അച്ഛൻ ഏകദേശം 30 കൊല്ലത്തോളം സിമന്റ് കച്ചവടം നടത്തിയിട്ട് ഇപ്പൊ ആകെ ഗുണം എന്താണെന്ന് വെച്ചാൽ സെയിൽ ടാക്സിൽ ഒരു കേസുണ്ട്. 3 കേസ്. അത് 10 കൊല്ലമായി നടക്കണം അല്ലേ? പെട്ടെന്നൊന്നും തീരില്ല അല്ലേ? രാഹുൽ ഇവിടെ വന്നിട്ട് 10 കൊല്ലം അല്ലേ? ഭാര്യയൊക്കെ ഇട്ട് ജീവിക്കണം. രാഹുലിന് സത്യത്തിൽ മതിയായി. രാഹുൽ പറയണ ഞാൻ ഇനി വരില്ല. ഇനി ഞാൻ ഇതിന്റെ യഥാർത്ഥ കഥയിലോട്ട് വരാൻ ഇപ്പോൾ ലൈവ് വരാനുള്ള, അതായത് ഞാനൊക്കെ 79 ഇവിടെ ജീവിക്കണ സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ, ഒരു ദറാംസ് നാട്ടിലെ 2 രൂപ വരില്ല. 1 രൂപ 80 പൈസ, 1 രൂപ 90 പൈസ വരുള്ളൂ. ഡോളർ വെറും 3 രൂപ 50 പൈസ, 3 രൂപ 60 പൈസ ആയിരുന്നു. 3 രൂപ 60 പൈസ ദറാംസ്. 3.60 കൊടുത്താൽ 3.60 ദറാംസ് കൊടുത്തു കഴിഞ്ഞാൽ 3.5 ദറാംസ് കൊടുത്താൽ നമുക്ക് $1 കിട്ടും. നാട്ടിലാവട്ടെ 7 രൂപയായിരുന്നു, അല്ലെങ്കിൽ 7.5 രൂപ. ഇപ്പോൾ 77 രൂപയായി. രാഹുൽ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും പ്രവാസി മലയാളികൾക്ക്, ബഷീറെ ഞാൻ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്, ഞാൻ നാളെ അവിടെ എത്തും, നാളെ ഞാൻ അവിടെ ഉണ്ട്, ഞാൻ 2020 വോട്ടും ചെയ്യും. ചിലര് പറയണ ഞാൻ ദുബായി പോയി കിടക്കണം. ഒന്നുമല്ല, ഞാൻ എന്റെ മോന്റെ അടുത്ത് വന്നതാണ്, പിന്നെ 2020 വേണ്ടി കുറച്ച് പ്രവർത്തനങ്ങളുമായിട്ട് വന്നതാണ്. ഇതൊക്കെ കണ്ട മക്കളെ, റോഡ് നോക്കി 6 ട്രാക്ക് റോഡ് എക്സ്പോന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ, എക്സ്പോ 2020 വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. കണ്ട 6 ട്രാക്സ് റോഡാണ് അബുദാബി വരെ. നമ്മുടെ പാലാരട്ടം പാലത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ഇവിടുത്തെ റോഡ് ഞാൻ കണ്ണടച്ചിരുന്നാണ് പോണത്. അപ്പൊ നമസ്കാരം താഹിർ കെ. ദുബായിൽ കുനിയേണ്ട കാര്യമില്ല, എല്ലാ പാലവും നല്ല കിടലം പാലമാണ്. ഇവിടുത്തെ ഷെയ്ഖന്മാരൊക്കെ ഈ പാലത്തിന്റെ കമ്പി സിമെന്റ് ഒന്നും അടിച്ചോണ്ട് പോകാറില്ല നമ്മുടെ അവിടുത്തെ മന്ത്രിമാരുടെ പോലെ. അതുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ രാഹുല് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകുന്ന ഒരു മലയാളിയാണ്. ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അവിടുത്തെ സ്ഥിതിഗതികൾ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് സന്തോഷമായ ജീവിത സാഹചര്യം ഉണ്ട്. ഇപ്പൊ അച്ഛനും അമ്മേനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണല്ലേ? അത്യാവശ്യം കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളായില്ലേ? അവിടെ ശരിക്കും കഷ്ടപ്പെട്ടു. മതിയായിട്ടാണ് പോകുന്നത്. ശരിക്കും മതിയായി. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാഹചര്യങ്ങൾ ഇല്ലാതെ വന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് പുതിയ വഴികൾ കണ്ടെത്തേണ്ടിയിരിക്കും. അത് നമ്മൾ പിന്നെയും കാലങ്ങൾ കുറെ പുതിയ ലോകങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള രീതിയിൽ പഠനങ്ങൾ വരുമ്പോൾ
ചെയ്യാൻ പറ്റും. അങ്ങനെ അതൊക്കെ ഇവിടെ സാധ്യമാകുന്നത് കൊണ്ട് ഇവിടെ നിൽക്കുന്നു, ചെയ്യുന്നു. ഓക്കെ, ഇവിടെയാണ് എൻ്റെ മകൻ താമസിക്കണ മാഗ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് സൗത്ത് ദുബൈയിൽ മാഗ്. ഒരു നല്ല കൺസെപ്റ്റാണ് ഇത്. ഒരു കാര്യം ഇപ്പൊ ലൈവ് പോകുന്നതുകൊണ്ട് പറയാം സാർ, ഇതിന്റെ ചുറ്റോടുമുള്ള ഓപ്പൺ ആയിട്ടുള്ള സ്പേസസ് കണ്ടോ? ഈ ഒന്ന് ഫ്രണ്ട് ക്യാമറ ഇട്ട്. ഓക്കെ, ഈ റോഡുകളൊക്കെ അടുത്ത 20-25 വർഷം കഴിഞ്ഞ് ഇവിടെ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു മികവാണ് ഇതിനകത്ത് ഏറ്റവും രസം. അത് ബെന്നിച്ചേട്ടനും ഞാനും പല പ്രാവശ്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ദുബൈയിൽ നിന്ന് ഇപ്പൊ ന്യൂ ദുബൈ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. അതെല്ലാ ആൾക്കാർക്കും മനസ്സിലാക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ആദ്യം എന്താ പറയുക, എന്തെങ്കിലും ഒരു ബിസിനസ്സോ സ്ഥാപനങ്ങളോ കൊണ്ടുവരുന്നതിന് മുമ്പ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ഇവരോട് ചെയ്യുന്നത്. ദുബൈയിൽ അടുത്ത വരുന്ന 20-25 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെ വലിയ വലിയ പ്രോജക്റ്റുകൾ, വലിയ വലിയ ബിസിനസ് ആശയങ്ങൾ വന്നാൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിയണം. എത്ര വലിയ ട്രെയിലർ ആണെങ്കിലും ടാങ്കർ ആണെങ്കിലും അത് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവരുത്. 6 ട്രാക്ക് റോഡാണ്, 6 ട്രാക്സ്. അപ്പൊ രാഹുൽ ഇപ്പൊ ഇവിടെ ചെയ്യണത്, എന്നെ പോലെയുള്ള പഴയ മലയാളികൾ ഇവിടെ വന്ന് നമ്മളെ LIC ഒന്നും കൂടി എടുത്തു പറയാണ്, LIC പോലെയുള്ള കമ്പനികളിലും അവിടെ വന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടൊക്കെ വെറുതെ നാടൻ ഭാഷ പറഞ്ഞ ആയി പോയ മലയാളിയാണ് ഞാനൊക്കെ. അതേ സ്ഥാനത്ത് ഇപ്പൊ രാഹുൽ ഇവിടെ ചെയ്യുന്നത്, ഇവിടുത്തെ മലയാളികൾക്ക് ഫൈനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കുന്നത്, എവിടെയൊക്കെ പൈസ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അത് ഡോളറിലും ഫോറിൻ കറൻസിയിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ല നല്ല ബിസിനസ് സ്ഥാപനങ്ങളിൽ ഉടായ്പില്ലാണ്ട്, നമ്മുടെ നാട്ടിലെ ഷെയർ മാർക്കറ്റ് തട്ടിപ്പ് പോലെയല്ല, കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ എങ്ങനെ നിങ്ങൾക്ക് വയസ്സാവുമ്പോൾ, അതായത് ഒരു മനുഷ്യൻ ഒരു 30 കൊല്ലമാണ് മര്യാദക്ക് പണിയെടുക്കണം. അപ്പൊ ആ 30 കൊല്ലം പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മര്യാദക്ക് ജീവിക്കാമെന്ന് രാഹുല് പറഞ്ഞു കൊടുക്കുന്ന ഒരു കൺസൾട്ടന്റ് ആണ്. ഇവിടുത്തെ ഗർഗാഷ് എന്റർപ്രൈസസിലെ അവിടെ നിന്ന് പുള്ളി നാട്ടിലെ BBA കഴിഞ്ഞ് ഇവിടെ വന്ന് ഇപ്പം ഇവിടുത്തെ മലയാളികൾക്ക് ഒരു 5,000-10,000 ദിർഹംസ് ഒക്കെ സാലറി മേടിക്കുന്ന മലയാളികൾക്ക് അവരുടെ പണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഒരിക്കലും ഇന്ത്യൻ രൂപയിൽ അവിടെ ഇടാൻ പറയാറില്ല പുള്ളി. അതിന്റെ കാര്യം ഗോവിന്ദയാണ്. അപ്പൊ ഡോളറിലും കാരണം നമ്മുടെ പൈസ മൂല്യം നഷ്ടപ്പെടുകയാണ് ഇന്ത്യയിലെ അഴിമതി കാരണം, മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കട്ട് തിന്നുന്നത് കാരണം, നമ്മുടെ നാട് കൊള്ളയടിക്കുന്നത് കാരണം, നമ്മുടെ നാട് അഴിമതി നടത്തുന്ന കാരണം നമ്മുടെ ഇന്ത്യൻ രൂപ താഴോട്ട് കഴിഞ്ഞ 30 കൊല്ലമായിട്ട്, അത് UDF, അത് കോൺഗ്രസ് ഗവൺമെന്റ് ആവട്ടെ BJP ആവട്ടെ, 30 കൊല്ലമായിട്ട് ഇന്ത്യൻ രൂപ പടവലങ്ങ പോലെ താഴേക്ക് പോരുന്നത് കാരണം മലയാളിക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് രാഹുല് ശരിക്കും ദുബായില് പലരുടെയും ഒരു രക്ഷകനാണ്. നമ്മുടെ പൈസ എങ്ങനെ എവിടെയൊക്കെ ചെലവാക്കണമെന്നും എങ്ങനെ അത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറാണ്, കൺസൾട്ടന്റ് ആണ്. രാഹുല് ജീവിതം വഴിമുട്ടിയിട്ട് ഇടുക്കി തൂക്കുപാലം എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്ന് ദുബായിലേക്ക് വന്നതാണ്. ഇപ്പൊ ഭാര്യ ഇവിടെ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ മൊത്തം സെയിം കമ്പനിയിൽ കോർപ്പറേറ്റുകൾക്കും വലിയവർക്കൊക്കെ മൊത്തമായിട്ട് ഇൻഷുറൻസ് എടുത്തു കൊടുക്കുക. ഭാര്യയും 2 മക്കളുമായിട്ട് സുഖജീവിതം. ഇവിടുത്തെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമുക്ക് ജനാധിപത്യമാണ്, സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറയും. പക്ഷേ ചോട്ട നേതാക്കന്മാരെ വരെയും പേടിച്ച് കുനിഞ്ഞു നിന്നില്ലെങ്കിൽ ഏത് വല്ല യൂസ്ഫുൾ അലിയായാലും പിള്ളയായാലും ഏത് കാശുകാരനായാലും ശരി, അവന്റെ വാൽറ്റ്യൂബ് വരും നമ്മുടെ രാഷ്ട്രീയക്കാര്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ ഷോപ്പിംഗ് മാളും വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ഉണ്ടെങ്കിലും രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ നമ്മുടെ അവിടുത്തെ വലിയ വലിയ മുതലാളിമാര് പലപ്പോഴും കൊടിച്ചി പട്ടികളുടെ പോലെ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കേണ്ടി വരും. കാരണം അവരെ ജീവിക്കാൻ അനുവദിക്കില്ല. ഇപ്പൊ ഈ എന്റെ അടുത്തിരിക്കുന്ന രാഹുലും സിമന്റ് വ്യാപാരം, അവനൊരു കച്ചവട സ്ഥാപനം നടത്തിയിട്ട് ഈ കയറ്റിറക്ക് തൊഴിലാളികളുടെയും സെയിൽ ടാക്സിന്റെയും ഒരു വില്ലേജ് ഓഫീസിലൊക്കെ പോയി ഓരോ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതിന്റെ ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ട് കളഞ്ഞിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് ഇനി വേണ്ടത് കക്ഷി രാഷ്ട്രീയം സഖാക്കള് കളിച്ചിട്ടും കോൺഗ്രസ് കളിച്ചിട്ടും ഗാന്ധിയുടെ പേരെന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. കള്ളന്മാരെ തെരഞ്ഞെടുക്കരുത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
ദയവായി നന്മയുള്ളവരെ തെരഞ്ഞെടുക്കുക. ഞാൻ നാളെയും മറ്റന്നാളും കൂടി കറപ്ഷൻ ഇല്ല. അതെ, രാഹുലിന് ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ. രാഹുലെ, എന്താണ് രാഹുലിന് നമ്മുടെ ഇലക്ഷനെ കുറിച്ച്, നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാൻ? സിമ്പിൾ ആയിട്ട് അതൊരു BJP ഒരു LDF ഒരു UDF ഒരു 2020 പറയണ്ട. നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരിക്കൽ പോലും കറ പറ്റാത്ത ഒരാൾക്കാർ, അല്ലെ ഒരു അഴിമതി കേൾക്കാത്ത ഒരാൾക്കാർ, അതിൽ ആരാണോ നല്ലത് അവരെ തെരഞ്ഞെടുത്തേക്കുന്നത്. അതുപോലെ ഇപ്പോൾ 2020 ഇപ്പോൾ സാറ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതിലും ഉപരി നമ്മൾ 2020 കുറിച്ച് അറിയുമ്പോൾ ഒരു ജനത മുഴുവൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് സാബു ജേക്കബ്. അതുപോലെ തന്നെ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കൊച്ചൗസഫ് ചിറ്റലപ്പള്ളി ഒരു നല്ല രീതിയിൽ നമ്മുടെ സിംഗപ്പൂരിലും ചൈനയിലും ഒക്കെ ഒരു നല്ല പൊളിറ്റീഷ്യൻസിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 15 വർഷം 20 വർഷം CEO ആയിട്ട് അതൊക്കെ മാനേജ് ചെയ്യാൻ കഴിവുള്ള വ്യക്തിത്വങ്ങളെയാണ് അവർ പൊളിറ്റിക്സിലേക്ക് എത്തുന്നത്. അത് ആ നാടിൻ്റെ ഉയർച്ച കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അതുപോലുള്ള വ്യക്തിത്വങ്ങൾ വരുമ്പോൾ അവർക്ക് അവസരങ്ങൾ നൽകിയാൽ ഉറപ്പായിട്ട് നമ്മുടെ നാടുകൾ മാറുക തന്നെ ചെയ്യും. അപ്പോൾ അവർക്കൊക്കെ ഒരിക്കലും കറപ്റ്റഡ് ആയിട്ടൊരു ട്രാക്ക് റെക്കോർഡില്ല. നാളുകളിൽ കറപ്റ്റഡ് ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് ഉണ്ടായാൽ അവരിൽ നിന്നും മാറി ചിന്തിക്കാൻ നമ്മൾ തന്നെ സ്വയം ചിന്തിച്ച് മുന്നേറുകയാണ് വേണ്ടത്. ഈ ഇലക്ഷനും അതെ, ആരാണെങ്കിലും കറപ്ഷൻ ഇല്ലാത്തതിന് വോട്ട് ചെയ്യും. അതാണ് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഈ അന്ധമായി രാഷ്ട്രീയ പാർട്ടിനെ വിശ്വസിച്ചിട്ട് നമ്മൾ ഈ വൈകുന്നേരങ്ങളിലെ ചർച്ചയിൽ ചെന്നാൽ കാണാം, LDFന്റെ ആള് LDFന്റെ നേതാവിനെ ന്യായീകരിച്ച് സംസാരിക്കും, UDFന്റെ ആള് UDFന്റെ ന്യായീകരിച്ച് സംസാരിക്കും, BJPയുടെ ആള്. ഇവരൊരിക്കലും അഴിമതി നടത്തിയവരെ കണ്ടത് ഇപ്പൊ പലരും എന്തൊക്കെ സംഭവിച്ചാലും അതിലെ കുറ്റവാളിനെ പിടിച്ചില്ല. സാറേ, അതിലെപ്പോഴും ചിന്തിക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ പെട്രോളിന്റെ നാട്ടിലെ വില കൂടുന്നതിനെ കുറിച്ച് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാറില്ലേ? അതിൽ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. പെട്രോളിന് BJP വരുന്നതിന് മുമ്പ് 58 അത് അവിടം വരെ കൊണ്ടുവന്ന് വെച്ചതാരായിരുന്നു? കോൺഗ്രസ്സുകാരില്ലായിരുന്നു. അതിന് അവർക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് തീരുമാനങ്ങൾ എടുക്കാതെയും സബ്സിഡികളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. നമ്മളെ കൊണ്ട് പല പല കാര്യങ്ങൾ നാടിന് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് ഇത് പിന്നെയും ഇതിന്റെ കോൺസിക്വൻസസ് വരുന്നത്. അത് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട്ടില് നമ്മുടെ ഈ മണി ഫ്ലക്ച്വേഷൻ ഞാൻ പറഞ്ഞല്ലോ, 1980 കാലഘട്ടത്തിൽ ഒരു ദറാംസ് 2 രൂപയെ വരില്ലായിരുന്നു. $1 എന്ന് പറഞ്ഞാൽ 7 രൂപയായിരുന്നു. എങ്ങനെയാണ് $1 77 രൂപയായതും ഒരു ദറാംസ് 22 രൂപയായതും? സാറേ, ഈ ഡോളറും നമ്മുടെ കറൻസിയുടെ സ്ട്രെങ്ത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പോപ്പുലേഷൻ. പോപ്പുലേഷനിൽ നമ്മൾ രണ്ടാമതാണ്, ചൈന ഫസ്റ്റ്, സെക്കൻഡ്. അപ്പോൾ ഉപഭോഗങ്ങളൊക്കെ നമ്മൾക്ക് ഒരുപാട് കൂടിക്കൂടി വരും. അത് കൂടിക്കൂടി വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗോൾഡിന്റെ ഉപയോഗം നമ്മൾ കൂടുന്നുണ്ട്. ഈ ജനസംഖ്യ കൂടുമ്പം അതിന് തതുല്യമായ ഓയിൽ പ്രോഡക്ട്സ്, ബൈ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യും. ഇതൊന്നും നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഇറക്കുമതി ചെയ്യണം. ഈ ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ഈ ഓയിൽ ട്രേഡ് ചെയ്യുന്ന തന്നെ ഡോളറിലാണ്. ഈ ഡോളറിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എന്താണ്, അത് നമ്മൾ കറൻസി ഡോളർ കൊടുത്ത് മേടിച്ചിട്ട് വേണം നമുക്ക് ഓയിൽ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും കാരണം നമ്മുടെ നാട്ടിൽ എപ്പോഴും ഓയിലിന് ഡിമാൻഡ് കൂടുതലാണ്. ഇന്നും നാളെയും നാളത്തെ കഴിഞ്ഞും പുതിയ വീട്, പാല് കാച്ചലുകൾ, കല്യാണങ്ങൾ, പുതിയ വണ്ടികൾ, ഇങ്ങനെ റിക്വയർമെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിക്വയർമെന്റ് കൂടുന്നതിനനുസരിച്ചാണ് നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത്, ഇതിൻ്റെയൊക്കെ ഉപഭോഗം കൂടുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ഭരണാധികാരികൾ ചിന്തിച്ച് വേണ്ടതുപോലെ ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. രാജ്യത്ത് ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വരണം. ഡ്രൈവ് ചെയ്യുന്നവരിടയ്ക്ക് ശ്രദ്ധ തരുന്നുണ്ട്. ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വരണം. ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിയുമ്പോൾ നമുക്ക് വെളി രാജ്യങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ട്രേഡ് ചെയ്യാൻ പറ്റും. ട്രേഡ് ചെയ്യുമ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാം. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള അന്തരം. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതിയാണ് ചെയ്യുന്നത്, കുറച്ച് മാത്രമേ കയറ്റുമതി ചെയ്യുന്നുള്ളൂ. അത് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ. അതിന് പിന്നെ അതിന്റെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് പൊളിറ്റിക്കൽ കറപ്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതൊക്കെ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിനനുസരിച്ച് വേണം നമ്മളെപ്പോഴും ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാൻ. അല്ലാതെ ഒരിക്കലും നമുക്ക് ഒരു ഇപ്പൊ നിങ്ങൾ പോപ്പുലേഷൻ പറഞ്ഞു, നമ്മുടെ ചെലവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഏറ്റവും കൂടുതൽ കറപ്ഷൻ അല്ലേ നമ്മുടെ നാട്ടിൽ? കാരണം ചൈന നമ്മളെക്കാളിലും പോപ്പുലേഷൻ ഉണ്ട്. ചൈനയുടെ മണി 1980 കാലഘട്ടത്തിൽ ചൈനയുടെ മണി ഇന്ത്യനെക്കാളിലും താഴ്ത്തായിരുന്നു.
ഇന്ന് ചൈന അവരുടെ യുവാന്റെ അവരുടെ ചൈനീസ് കറൻസിയാണ് യുവാൻ വളരെയധികം ശക്തമായിരിക്കുന്നു. സാറേ അതിനകത്ത് എപ്പോഴും എന്നാന്ന് ചോദിച്ചാൽ സാർ ഒരു കാര്യം ഓർത്താൽ മതി. ചൈനയിൽ ഒരുവിധപ്പെട്ട ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഡിപ്പെൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്, ശരിയല്ലേ? അവരുടെ പ്രോഡക്ട്സ് അതെന്തുകൊണ്ടാണ്? കയറ്റുമതി കൂടുന്നത് കൊണ്ടാണ്. അവരുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച് പല രാജ്യങ്ങളിലേക്ക് ഇന്ന് നമ്മൾ വെക്കുന്ന മേജർ മാസ്കുകൾ, ഈ പറഞ്ഞ കോവിഡിൽ പോലും അവർ ബിസിനസ്സിൽ ഏറ്റവും നല്ല രീതിയിലാണ് ഗ്രോത്ത്. കോവിഡ് സമയത്ത് പോലും ലോകത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് ഗ്രോത്ത് ഉണ്ടായിരിക്കുന്ന ഒരു കൺട്രിയിലൊന്ന് ചൈന തന്നെയാണ്. ഈ നമ്മുടെ നാട്ടിൽ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൊക്കെ പണ്ട് കേരളത്തിൽ ഒത്തിരി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. ഒരു 85-88 കാലഘട്ടത്തിൽ, അതല്ലെങ്കിൽ 2000 വരെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഒത്തിരി ഉണ്ടായി കേരളത്തിൽ. ഇപ്പോൾ ചെറുകിട വ്യവസായങ്ങളൊക്കെ കേരളത്തിൽ തകർന്ന് തരിപ്പണമായി. അതെന്തായിരിക്കും കാരണം? സാറേ, നമുക്ക് ബിസിനസ് ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക തന്നെ വേണം. അത് ഞാൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും പുതിയ ആശയങ്ങളുമായിട്ട് വരുന്നു, അല്ലെ അതിനനുസരിച്ച് ചെയ്യാൻ തുടങ്ങുന്നു. ആ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് വ്യക്തമായ സപ്പോർട്ടുകൾ വേണം. അല്ലെ നമുക്കറിയാം, ഇപ്പോൾ ദുബൈയിലൊക്കെ ആണെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണെങ്കിൽ ഇതിന് ഇത്ര ഫീസ് കൊടുക്കണമെന്ന് ആദ്യം അവർ വ്യക്തമായിട്ട് എഴുതി തരും. ആ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും തന്നെ സാറേ ഒരുപാട് കാര്യങ്ങൾ സാറ് തന്നെ ചെയ്തിട്ടുള്ളതായിട്ട് തോന്നുന്നു. പ്രസ്ഥാനങ്ങളൊക്കെ പല ലൈസൻസുകളും കിട്ടാതെ മുടങ്ങിക്കിടക്കുന്നുണ്ട്. അത് കേരളത്തിലെ ഒരു ഏകജാലക സംവിധാനം വന്നിരുന്നു. ആ സമയത്താണ് ഞാൻ അവിടെ ഒരു ഫാക്ടറി തുടങ്ങുന്നത്, വുഡ് ഇൻഡസ്ട്രി, ഈ ഫർണിച്ചറിന്റെ. സുശീല ഗോപാലൻ വ്യവസായ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് മറ്റേ AK ആന്റണി കൊണ്ടുവന്നാണ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ്. ആ സമയത്ത് ഏകജാലക സംവിധാനം എന്ന് പറഞ്ഞ സംവിധാനം. പക്ഷെ അന്നാണ് എനിക്ക് മനസ്സിലായത്, ഈ ഏകജാലക സംവിധാനം വന്നതിന് മുമ്പ് ഒരു വ്യവസായി ഒരു തൊഴിൽ സ്ഥാപനം നടത്തണമെങ്കിൽ നമ്മൾ 60 സ്ഥലത്ത് പോകണം. ഈ ഏകജാലക സംവിധാനം വന്നപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അവിടെ കൊടുത്തതിന് ശേഷം 60 സ്ഥലത്ത് പോകണം. അങ്ങനെ 61 സ്ഥലത്ത് പോകണം. അല്ലാതെ വേറൊരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ യൂസുഫ് അല്ലേ, ഇപ്പൊ 204 ഔട്ട്ലെറ്റ് പുള്ളി മൊത്തത്തിൽ പിന്നെ ഓൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് നമ്മുടെ ലുലു മാളിനെ കുറിച്ച് മാത്രമാണ്. നാട്ടിലെ ഇവിടുത്തെ പത്രം, അവിടുത്തെ പത്രം. ഈ പുള്ളിക്ക് ബാക്കി എല്ലാ രാജ്യങ്ങളും ഒരു പുള്ളി ഇങ്ങനെ ഓരോ രാജ്യത്ത് വരുമ്പോൾ അവര് സ്വാഗതം ചെയ്ത് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുക. ഇവിടെ സ്ഥലം കയ്യേറി, അത് കയ്യേറി, ഇത് കയ്യേറി. ഇതെങ്കിൽ നിയമത്തിന്റെ രീതിയിലല്ല അതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ആർക്കും എന്തും തോന്നുന്നതിനെ കുറിച്ച് പറയുന്നു, അത് അതേ രീതിയിൽ പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം ആ ബിസിനസ്സുകാരനെ വളർത്തുവാണോ തളർത്തുവാണോ? സാധു യൂസുഫ് അലി എത്ര വലിയവൻ എന്നല്ല ഞാൻ പറയുന്നത്. എത്ര വലിയവനോ എത്ര വലിയവനോ പുള്ളിയുടെ ഒരു നയമുണ്ട്. ആ രീതിക്കാണ് പുള്ളി ബിസിനസ് ചെയ്യുന്നത്. ചെയ്യുന്നത് വളർച്ചയുണ്ട്. എല്ലാ പുള്ളിയെ കൊണ്ട് പറ്റുന്ന പോലെ ഉപകാരങ്ങൾ ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി പുള്ളി നാട്ടിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ കാണിച്ച മനസ്സുണ്ട്, ഒരു ചലഞ്ച്. അത് പുള്ളി എടുത്തു. അത് ചെയ്യുമ്പോൾ പുള്ളി അത്ര വലിയവനായിട്ട് പോലും. ഇപ്പൊ നമ്മൾ ഈ ലൈവ് പോകുമ്പോ തന്നെ സാബു ഒരു കോർപ്പറേറ്റ് മുതലാളിയാണ്. സാബുവിന്റെ അടിമകളാണ് ഞാനും നിങ്ങളും വന്നവരൊക്കെ അടിമകളാണ്. ഈ കോർപ്പറേറ്റ് ഭരണമാണെന്ന് പറഞ്ഞു പരത്തുന്നതിൽ ഇപ്പോൾ കേന്ദ്രമാണെങ്കിലും കോർപ്പറേറ്റിന്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ്, സംസ്ഥാനമാണെങ്കിലും ഈ യൂസഫ് അലീനെയും രവി പിള്ളേനെയും അങ്ങനെ ഒത്തിരി മലയാളിമാരെ പ്രീണിപ്പെടുത്തിക്കൊണ്ട് തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ മോഹൻലാലും മമ്മൂട്ടിനെയൊക്കെ തന്നെ സഹായിച്ചുകൊണ്ടും ഒക്കെ തന്നെയല്ലേ ഈ കോർപ്പറേറ്റ് എന്ന് സാബുവിനെ വിളിക്കണതിന് എന്താണ് ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ? എന്റെ ഒരു അറിവ് വെച്ചാ പറഞ്ഞത്. ഇപ്പൊ സാർ പെട്ടെന്ന് ചോദിച്ചപ്പോ പറയാം. കാരണം ഒരു കോർപ്പറേറ്റ് എന്ന് പറയുന്ന പല മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ കൂടെ ഒന്നിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സിനെയാണ് ഒരു കോർപ്പറേറ്റ് എന്ന് പറയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, വരുമ്പോ പല മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. അപ്പൊ പല രീതിയിൽ അത് വർക്ക് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പൊ ഇതില് ഒരു ബിസിനസ് വളർന്നു, അത് പടിപടിയായിട്ട് വളരുമ്പോൾ അതിനെ ചിട്ടപ്പെടുത്തിയ രീതിയിലെ സ്ട്രാറ്റജീസ് വേണം. അതിന് ബിസിനസ് വളരുകയും അതിന് ആവശ്യവും ഡിമാൻഡും കൂടുന്നതനുസരിച്ച് അതിനുള്ള പൊട്ടൻഷ്യലും കൂടുന്നതനുസരിച്ച് അവർ കയറി വരുന്ന വഴികളിൽ ഇപ്പോൾ 50 വർഷം കഴിഞ്ഞു നമ്മുടെ കിറ്റക്സിന്റെ ഇത് അന്ന അലുമിനിയം സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തു. അവരുടെ എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും ബിസിനസ്സുകാർ ജനങ്ങളെ സഹായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിപ്പോൾ യൂസുഫ് അലി ആണെങ്കിലും ശരി, അതല്ല പിന്നെ കൊച്ചോസെഫ് ചിറ്റലപ്പള്ളി ആണെങ്കിലും ശരി, അതുമല്ല നമ്മുടെ അന്ന കിറ്റക്സ് ആണെങ്കിലും ഇവര് ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് അവരുടെ അഫോർഡബിലിറ്റിക്കകത്ത് പൈസയിൽ അവർ ചെയ്ത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സാബു എന്ന് പറഞ്ഞ കിറ്റക്സിന്റെ ഒരു മുതലാളി അഴിമതിയിലൂടെയോ
അനധികൃതമായി എന്ത് ചെയ്താലും 5 കൊല്ലമായ ഈ സർക്കാരിനെതിരെ അദ്ദേഹം വളരെ ശക്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ശരിക്കും ഗവൺമെന്റിൽ നിയമങ്ങൾ വെച്ച് അദ്ദേഹത്തെ പൂട്ടാനും അഴിമതി തടയാനും നടപടിയെടുക്കാനും സാധിക്കില്ല. ഒരു രൂപ പുള്ളിയുടെ പേരിൽ അഴിമതി ഉണ്ടെങ്കിൽ പുള്ളിയെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ പറ്റുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അപ്പൊ ഇത് സാധാരണക്കാരന് ഉണ്ണുന്ന ചോറിന് ഈ സാധാരണക്കാരൻ പ്രത്യേകിച്ച് അന്ധമായിട്ടുള്ള അണികളാണ് ഈ പറയണ മുതലാളിയുടെ അടിമയാണ്, ഇത് വലിയ പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയണത് അവരാണ്. ബെന്നിച്ചേട്ടന്റെ പോക്കറ്റിൽ അത്യാവശ്യം കനവില്ലേ? ഉണ്ട്, അത്യാവശ്യം. ബെന്നിച്ചേട്ടന്റെ പോക്കറ്റിൽ അത്യാവശ്യം കനവുണ്ട്. ബെന്നിച്ചേട്ടന് ഇനിയുള്ള 61 വയസ്സായി, ഇനി ഒരു 40 വർഷം കൂട്ടിക്കോ. 40 വർഷം സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ള പൈസ ബെന്നിച്ചേട്ടന്റെ കയ്യിലുണ്ട്. സുഖമായിട്ട് തിന്നാൻ എല്ലിന്റെ കുത്തി കയറിയിട്ടാണ് ഈ പണി ചെയ്തോട്ടെ. അന്നേരം അതേതായാലും പിന്നെ പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഈ പറയുന്ന സാബു ജേക്കബിന് വേണ്ടിയിട്ട് ഒരു ജനത മുഴുവൻ പ്രാർത്ഥിക്കുന്നത് വീഡിയോ ഒക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തേക്കുന്നു. അവിടെ ഒരു 6 മാസമെങ്കിലും ആ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ബേസ് ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതിലും സർവോപരി ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് പുള്ളി ഈ 2020 എന്ന് പറഞ്ഞ പ്രസ്ഥാനം വരെ സ്റ്റാർട്ട് ചെയ്തത്. 2012 2020 ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന്. ഈ രാഷ്ട്രീയം, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയവും ഇപ്പോൾ ഈ MLA പെയ്ഡ് സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. MLA MP പെയ്ഡ് സീറ്റ്, കാശ് കൊടുത്ത് സ്ഥാനം മേടിക്കുന്നു. കുറെ മുതലാളിമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വന്നിട്ടുണ്ട്. തോമസ് ചാണ്ടിനെ പോലെയുള്ളവര്, അങ്ങനെ മറ്റേ അൻവറിനെ പോലെയുള്ള ഒത്തിരി മുതലാളിമാര് രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. വലിയ സ്വർണ്ണഖനി വരെയുള്ളവര്. അപ്പൊ അതൊന്നും കോർപ്പറേറ്റ് അല്ലേ? ശരി, ഇതിപ്പം ഞാൻ പറയാം, അഭിപ്രായങ്ങൾ ആർക്കും പറയാം, അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ വസ്തുതയെ ബേസ് ചെയ്ത അഭിപ്രായങ്ങൾ പറയണ്ടേ? അതിനകത്ത് ഒരു കഴമ്പുള്ളത്. ഈ 1,30,000 കോടി രൂപ ഒരു 5 വർഷം കൊണ്ട് കടമെടുത്ത് ഗവൺമെന്റ്. അതിനകത്ത് പറയണ ഇത് ഈ 1,87,000 കോടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോ 1,47,000 അതിപ്പോ 3,87,000 ആണെന്ന് തോന്നുന്നു. കറക്റ്റ് കണക്ക് ഫിഗർ അറിയില്ല. ഇത്രയും കോടി ആകുമ്പോ ഉറപ്പായിട്ടും ഒരു ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് അവിടെ നടക്കുന്നില്ലേ? നേരെ ഇരട്ടി വന്നപ്പോ ഇത് പാവം കിറ്റ് കിട്ടുന്നവർ, അതായത് ഞാൻ ഒരിക്കലും അത്താഴപ്പട്ടിണിക്കാരെ കളിയാക്കുന്നില്ല. ഒരു സാധാരണക്കാരന് വിശന്നിരിക്കുമ്പോൾ സർക്കാർ എന്ത് കടമെടുത്ത്, നാടെന്ത് കടമെടുത്തതെന്ന് അറിയണ്ട. നമ്മളെ സംബന്ധിച്ച് കോവിഡിന്റെ ടൈമിലും വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും അരിയും പരിപ്പും ശർക്കരയൊക്കെ കിട്ടുന്നു. അത് വലിയൊരു പുണ്യം തന്നെയാണ്. വിശന്നിരിക്കണവന്റെ മുമ്പിൽ ഭക്ഷണം, അവൻ അതിന്റെ വഴിയൊന്നും നോക്കുന്നില്ല. പക്ഷെ ആ കിറ്റിൽ നിന്നും കുറെ കളവും വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ അതവിടെ നിൽക്കട്ടെ, വെള്ളപ്പൊക്കത്തിന്റെ കളവും കിറ്റിന്റെ കളവും അവിടെ നിൽക്കട്ടെ. 1,30,000 കോടി രൂപ കടമെടുത്താൽ ഈ പരിപ്പ് കൊടുത്താൽ മതിയോ? ശരി, അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. അതിപ്പം ഇപ്പൊ ഓരോ ആൾക്കാർ ഓരോ പ്രവൃത്തി ചെയ്യുന്ന അവരുടെ അറിവുകൾ, അവർ പഠിച്ചേക്കുന്ന അറിവുകളും ട്രെയിനിങ്സിനെയും ബേസ് ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെറ്റെന്നല്ല, അവർ പറ്റുന്ന പോലെ ചെയ്തു. ഈ ഒരു കോവിഡിന്റെ സമയത്തുണ്ട്, നമുക്ക് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല, എങ്കിലും ഞാൻ പറയുന്നു പറ്റുന്ന പോലെ. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു, സാബു ജേക്കബിനെ പോലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതെങ്ങനെയൊക്കെ ചെയ്യാം, അതിന്റെ പോസിബിലിറ്റീസ് എന്തുണ്ട്. ഇത് പഠിച്ചിട്ട് കാര്യങ്ങൾ ഒരു സ്ട്രാറ്റജിക്കലായിട്ട് ഒരു പ്ലാനിങ്ങോടുകൂടി ചെയ്താൽ, എന്റെ ഫൈനാൻഷ്യൽ അഡ്വൈസർ ആയിട്ട് തന്നെ പറഞ്ഞതാണ്, ഒരു പ്ലാനിങ്ങോടുകൂടി. ഗാർഡൻസിലാണ് ചേച്ചി അല്ലേ? ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതുമല്ല, ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത ഇത് ഒരു മരുഭൂമിയാണ് കേട്ടോ. ഇപ്പൊ ഇത് ഗാർഡൻ ആക്കി ഇത് അല്ലേ? ഇതൊരു മരുഭൂമിയാണ് നിങ്ങൾ കാണുന്നത്. ദ വിൻചെസ്റ്റർ സ്കൂൾ. അത്ര മരങ്ങളൊക്കെ നട്ട് ഒരു മരുഭൂമിയാണ് ഇങ്ങനെ ആക്കി എടുത്തേക്കണം. അതിന്റെ ഇത് അകത്തോട്ട് ഞാൻ പോകാം, കാണാം. പക്ഷെ ഇരുട്ടാവും അപ്പോഴേക്കും. ഏതായാലും ഇത്തിരി ലോങ് ലൈവായി, ഇത്തിരി നീണ്ടുപോയി. എങ്കിൽ പോലും മറ്റന്നാൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യം ഇങ്ങനെ കഞ്ഞി കുടിക്കാണ്ട് പരിപ്പിന്റെയും കിറ്റിന്റെയും പുറകെ 20 വർഷം മുമ്പത്തെയാണ്, പുതിയതല്ല. 20 വർഷം സാർ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇതല്ല, ശരി ഇല്ല, അത് കഴിഞ്ഞിട്ടുണ്ടായേക്കുന്ന ആണ് ഉള്ളത്. ഇപ്പൊ ഇവിടുത്തെ ബിൽഡിങ്സ്, ഇവിടുത്തെ കാര്യങ്ങൾ, എല്ലാ ഗൾഫ് മലയാളികളോടും ഞാൻ പറയുന്നത്, സത്യത്തിൽ 96 2000 ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ, അതായത് കഴിഞ്ഞ 21 വർഷം മുമ്പ് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ദുബായ് ഇത്രയും ഡെവലപ്പ് ആവുന്നു, ഇത്രയും ഇങ്ങനെ ഒരു രാജ്യമാവുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതൊരു സത്യമാണ് പറയുന്നത്, അതൊരു കുറ്റസമ്മതമാണ്. കാരണം ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. കാരണം ഇവിടെയും ആദ്യം അറബികൾ കുറച്ച് സ്ട്രിക്റ്റ് ആൻഡ് ഇതായിരുന്നു. ഇപ്പൊ ഇവിടെ